തൂഫാൻ UDF സർക്കാർ ലഹരിക്കെതിരെ നടത്തുന്ന ക്യാമ്പയിൻ. യുവതലമുറയെ കാർന്നു തിന്നുന്ന എല്ലാവിധ ലഹരിക്കുമെതിരെയുള്ള പോരാട്ടത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നിൽക്കേണ്ടത് വലിയ ഉത്തരവാദിത്വമാണെന്ന് ഇന്നാട്ടിലെ ഇടതുപക്ഷം തിരിച്ചറിയുന്നുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ലഹരിക്കെതിരായ പോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു കാര്യം പറയട്ടെ. തൂഫാൻ ക്യാമ്പയിന്റെ ഭാഗമായി ഏത് കേസ് റിപ്പോർട്ട് ചെയ്താലും അതിനെല്ലാം അടിയിൽ UDF സൈബർ പോരാളികൾ പറയുന്ന കാര്യമുണ്ട്: LDF സർക്കാർ ലഹരിക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ കൃത്യമായ കർമ്മ പദ്ധതിയോടെ ഇടതുപക്ഷ സർക്കാർ ലഹരിക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തമാകും. കേരളത്തിൽ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ കണ്ടെത്തി രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ 10 വർഷത്തിനിടെ ആണെന്നതാണ് യാഥാർത്ഥ്യം. ലഹരി ഉപയോഗവും അതിൻമൂലമുള്ള കുറ്റകൃത്യങ്ങളും തടയുന്നതിന് 463 പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 1360 ബ്ലാക്ക് സ്പോട്ട് NDPC ചെക്കിംഗ് പോയിന്റുകൾ കണ്ടെത്തുകയും ഇവിടങ്ങളിൽ പ്രത്യേക നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തുകയും ചെയ്തത് LDF സർക്കാരാണ്. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത NDPC കേസുകളുടെ എണ്ണം പരിശോധിക്കാം. 2016 5924 കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ 2022 LDF സർക്കാർ ലഹരിക്കെതിരായി സ്പെഷ്യൽ ഡ്രൈവ് ക്യാമ്പയിനുകൾ ആരംഭിച്ച വർഷം ഇത് 26,619 ഉയർന്നു. തുടർന്നുള്ള വർഷങ്ങളിലും സമാന രീതികൾ വ്യാപകമായ ലഹരി വേട്ടയാണ് സംസ്ഥാനത്ത് നടന്നത്. 2023 30,697 കേസുകൾ, 2024 27,530 കേസുകൾ, 2025 36,314 കേസുകൾ. ഇതേ രീതിയിലുള്ള ലഹരി വേട്ട UDF സർക്കാർ വന്നപ്പോഴും തുടരുകയാണ് ചെയ്തത്. വ്യത്യാസം ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാനുള്ള ചില തത്പര കക്ഷികളുടെ ഗിമ്മിക്കുകൾ മാത്രം. ലഹരിവേട്ടയുടെ ഭാഗമായി LDF സർക്കാർ എടുത്ത മറ്റു നടപടികൾ കൂടി പറഞ്ഞു പോകാം. പോലീസ് സ്റ്റേഷനുകളിൽ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നവർക്കെതിരെയുള്ള കരുതൽ തടങ്കൽ, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ജില്ലാതല കൺട്രോൾ റൂമുകൾ, റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രത്യേക പരിശോധന, ഹൈവേ പെട്രോളിംഗ്, ആന്റി നർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ്, വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള യോദ്ധാവ് ക്യാമ്പയിൻ എന്നിങ്ങനെ ഇടതുപക്ഷ സർക്കാർ ലഹരിക്കെതിരെ നടത്തിയ എല്ലാ നടപടികളുടെയും തുടർച്ചയാണ് UDF സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കുന്നത്.